ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ പാലപ്പുറത്ത് ഒരു വെള്ളവനാട് ഫെസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കുട്ടികളെയും അതുപോലെ അനിയത്തികളെയും അവരെ മക്കളെയും ഉമ്മാനെയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാലപ്പുറത്ത് എത്തി നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഉള്ളിലോട്ട് കയറിയിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് 100 രൂപ കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലോട്ട് പോയി. ഉള്ളിൽ പോയപ്പോൾ വലിയൊരു അക്വേറിയം തന്നെ ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞു മീനുകൾ മുതൽ വലിയ മീനുകൾ വരെ ഉള്ളതുണ്ട്. ചെറിയ ചെറിയ മീനുകളെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. അപ്പോൾ അതും പല കളറിലുള്ള മീനുകളായിരുന്നു. അതുപോലെ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. കുട്ടികൾക്കൊക്കെ നേരെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു സൺഡേ ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കണ്ടിട്ട് പിന്നെ നേരെ ഞങ്ങൾ അതിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അതിൽ പുറത്തിറങ്ങിയപ്പോൾ ഇതേപോലെ കുറേ കളർ ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെടികൾ കേട്ടോ. അതും അതിൽ കുറേ കളർ ലൈറ്റും അതുപോലെ പുകയും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം പോയി. അതുപോലെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇതിൻ്റെയൊക്കെ ഞാൻ പാർട്ടായിട്ട് മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് ഫുള്ളായിട്ട് കാണുക. 5 പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 100 രൂപയ്ക്ക് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് കയറിയാൽ കാണാനുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 100 രൂപ എന്തായാലും മുതലാകും. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഇത് ഇന്നും നാളെയും കൂടി ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 8 വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ നേരെ പോകുമ്പോൾ കുറേ ഫർണിച്ചറും അങ്ങനത്തെ ഐറ്റംസൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ മോഡലായിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ മിഠായി, പഴയ കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലുള്ള കുറേ മിഠായികളുണ്ടായിരുന്നു. പിന്നെ അലുവ, ഡ്രസ്സ്, പാനിപ്പൂരി, അച്ചാർ, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കുറച്ച് മിഠായിയും അതുപോലെ പോപ്കോണും സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുട്ടികൾക്കൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ ഫുള്ള് റൈഡുകളാണ്. അപ്പോൾ ഒക്കെ കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളായതുകൊണ്ട് എല്ലാത്തിലും കയറാൻ പറ്റില്ല. കാരണം പേരൻസ് ഒപ്പം കയറണമല്ലോ. അപ്പോൾ ഈ ട്രെയിനല്ല മെട്രോയിലും അതുപോലെ നമ്മളൊരു വട്ടത്തിൽ കറങ്ങുന്ന സംഭവമില്ല, അതിനെന്താ പറയാമെന്നൊക്കെ അറിയില്ല, അതിലും കയറിയിട്ടോ. ആദ്യം മെട്രോയിൽ കയറിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ കയറിയപ്പോൾ ഞാൻ വീഡിയോ അധികം എടുത്തില്ല. കാരണം എനിക്ക് തന്നെ പേടിയാൻ തുടങ്ങി. മേലോട്ട് പോയിട്ട് താഴോട്ട് വരുമ്പോൾ നെഞ്ഞൊക്കെ വല്ലാത്തൊരു പിടപ്പായിരുന്നു. കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ടോ. കുട്ടികളൊക്കെ കരയാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കുട്ടികളെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിർത്തി 2-3 റൗണ്ടൊക്കെ കറങ്ങണ വരെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾ വല്ലാണ്ട് എൻ്റെ എല്ലാ അനിയത്തിയുള്ള കുട്ടികളൊക്കെ വല്ലാണ്ട് കരയാൻ തുടങ്ങുമ്പോൾ പിന്നെ വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പുറത്ത് റൈഡുകളിലൊക്കെ കാരണം നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. ഞാൻ 2 കയറി, അതിലൊന്നിൽ 100, ഒന്നിൽ 80 ആയിരുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ആട്ടോ. അപ്പോൾ അതിലൊക്കെ കയറി അവർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, അതുപോലെ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക.